മരണം എന്ന് പറയുന്നത് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നേരിടേണ്ട യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കാം മരണത്തിന് തൊട്ടു മുൻപ് നമുക്ക് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട്? വളരെയധികം ഡിസ്റ്റർബിങ്ങും ഭയാനകവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് മരണത്തെ മുഖാമുഖം ദർശിച്ചിട്ടുള്ള ആളുകൾ ഷെയർ ചെയ്തിട്ടുള്ളത്. മരണത്തിന് തൊട്ടു മുൻപ് നമ്മുടെ മുൻപിലൂടെ ഒരുപാട് ഹോണ്ടിങ്ങും ഡിസ്റ്റർബിങ്ങുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അനുസരിച്ച് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ഒരവസ്ഥയാണ് അല്ലേ? എന്നാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആ ഒരു അവസ്ഥയല്ല മരണം എന്ന് യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായി അന്ധകാരം വ്യാപിക്കുകയും അതോടുകൂടി എല്ലാം അവസാനിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനു മുൻപ്, അതായത് മരണത്തിന് ഏകദേശം 30 സെക്കൻഡ് മുൻപ് വരെ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരുപാട് ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മരണം സംഭവിക്കാൻ ഏതാണ്ട് 30 സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, ഹൃദയമിടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ശരീരം അസാധാരണമായ നിലയിൽ പെട്ടെന്ന് നിശബ്ദതയിലേക്ക് പ്രവേശിക്കാനായിട്ട് തുടങ്ങി. നിങ്ങൾക്ക് ചുറ്റുമുള്ള യാതൊരുവിധ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയുന്നില്ല. പൂർണ്ണമായ നിശബ്ദത മാത്രം. നിങ്ങൾ ഏതോ ഒരു സ്വപ്നത്തിലേക്ക് പ്രവേശിച്ചതുപോലെയുള്ള ഒരനുഭവം. പൂർണ്ണമായി മറ്റൊരു ലോകത്തേക്ക് എത്തപ്പെട്ട രീതിയിലുള്ള ഒരനുഭവം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നില്ല. ശരീരത്തിലെ വേദനകളെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടും കഴിയുന്നില്ല. പൂർണ്ണമായി ഫ്രീ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നത്. എന്തോ തെറ്റായിട്ട് സംഭവിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അതിനെ തടയാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയില്ല. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ തലച്ചോറിന് കൃത്യമായ അറിവുകളുണ്ട്. സെക്കൻഡുകൾ മുന്നോട്ട് പോകും തോറും ബ്രെയിനിലേക്കുള്ള ഓക്സിജന്റെ പ്രവാഹം നിലയ്ക്കാനായിട്ട് ആരംഭിക്കുന്നു. ബ്രെയിനിലേക്കുള്ള ഓക്സിജന്റെ പ്രവാഹം കുറയാനായിട്ട് ആരംഭിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്ങിനും സ്വയം നിയന്ത്രണത്തിനുമുള്ള ശേഷി ബ്രെയിനിന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് മരണത്തിന് തൊട്ട് മുൻപ് ആളുകൾ അസാധാരണമായ രീതിയിൽ ശാന്തരാകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിനെ തുടർന്ന് നമ്മുടെ ബ്രെയിൻ സർവൈവൽ മോഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ജീവിക്കണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം അവസാനമായി ഒന്നുകൂടി ബ്രെയിൻ പുഷ് ചെയ്യുന്ന ഒരവസ്ഥ. ഈ ഒരു സമയത്ത് ഭയത്തെ മറക്കാനും വേദനകളെ മായ്ക്കാനും വേണ്ടിയിട്ട് വലിയ തോതിൽ തന്നെ രാസവസ്തുക്കളെ ബ്രെയിൻ പുറന്തള്ളാനായിട്ട് ആരംഭിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസുകൾ അനുഭവിച്ച ആളുകൾ അവർക്ക് ഭയമല്ല തോന്നിയത്, മറിച്ച് വിചിത്രമായ രീതിയിലുള്ള ഒരു സമാധാനമാണ് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് സമാധാനമല്ല, ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഇതിനു ശേഷമാണ് ഭീതിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇല്യൂഷന് ശേഷം നിങ്ങളുടെ മുൻപിലേക്ക് ബ്രെയിൻ പുതിയൊരു വാതിൽ തുറക്കുകയാണ്. ഓർമ്മകളുടെ അവസാന പെട്ടി എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ജീവിതത്തിൽ മറന്നു പോയവയും മറക്കാനായിട്ട് ആഗ്രഹിച്ചവയും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവയും മറച്ചുവെച്ച കുറ്റബോധങ്ങളും തുടങ്ങി ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ മുൻപിലൂടെ നിയന്ത്രണമില്ലാത്ത ഒരു സിനിമ പോലെ ഓടിപ്പോകുന്ന ഒരവസ്ഥ. വളരെയധികം ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നത്. മരണത്തിന് ഏതാണ്ട് 15 സെക്കൻഡുകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ്റെ തലച്ചോറ് പ്രവേശിക്കുക എന്നാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. വളരെയധികം ഹോണ്ടിങ്ങും ഡിസ്റ്റർബിങ്ങുമായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ആയിരിക്കും നിങ്ങളുടെ മുൻപിലൂടെ ഈ ഒരു സമയത്ത് ഓടിപ്പോകുന്നത്. അവസാനമായിട്ട് നിങ്ങളെ ബ്രെയിൻ ഹോണ്ട് ചെയ്യുന്ന ഒരവസ്ഥ. ഈ ഒരു കാരണം കൊണ്ടാണ് മരണത്തെ മുഖാമുഖം കണ്ടിട്ടുള്ള ആളുകൾ ലൈഫ് ഫ്ലാഷ്ഡ് ബിഫോർ മൈ ഐസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണുകൾ തുറന്നിരിക്കുകയാണ്, എന്നാൽ നിങ്ങൾ കാണുന്നത് ഈ ലോകത്തിലുള്ള കാഴ്ചകളല്ല. ചുറ്റും കൂരാക്കൂരിരുട്ടു മാത്രം.
നടുവിലായി അവസാനമില്ലാത്ത ഒരു വെളിച്ചം, നീണ്ടുകിടക്കുന്ന അവസാനമില്ലാത്ത ഒരു തുരങ്കം പോലെ. ലോകമെമ്പാടുമുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസുകൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഒരുപോലെ വിവരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ കേവലം കോയിൻസിഡൻസ് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണോ? അല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഭയത്തിന്റെ കേന്ദ്രമായിട്ടുള്ള അമിഗ്ഡാല എന്നറിയപ്പെടുന്ന തലച്ചോറിലെ പോർഷൻ ഷട്ട് ഡൗൺ ആകുന്നത് മൂലം ഭയമോ ചിന്തയോ വേദനയോ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള വികാരങ്ങളും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു സമയത്താണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്. മരണത്തെ മുഖാമുഖം ദർശിച്ച ആളുകളിൽ പല ആളുകളും റിപ്പോർട്ട് ചെയ്തത് തങ്ങളുടെ മരിച്ചുപോയ ബന്ധുക്കളെ കാണാനായിട്ട് കഴിഞ്ഞുവെന്നും അവർ തങ്ങളെ പേര് ചൊല്ലി തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇനി തീരെ സമയമില്ല നമുക്ക് പോകാമെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുമായിരുന്നു ഇത്തരത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവയൊക്കെ അവരുടെ ആത്മാക്കൾ സംസാരിക്കുന്നതാണോ അതോ നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹലൂസിനേഷൻ മാത്രമാണോ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം ഇവിടെ നിശബ്ദമാണ്. അവസാന നിമിഷങ്ങളിൽ ഹൃദയമിടിപ്പ് വലിയ രീതിയിൽ തന്നെ കൂടുന്നത് മൂലം ബ്രെയിൻ ആക്ടിവിറ്റി അപ്രതീക്ഷിതമായ രീതിയിൽ സ്പൈക്ക് ആവുകയും ഇതിനെ തുടർന്നിട്ട് ഒരു ഫൈനൽ ബേസ്റ്റ് ഓഫ് കോൺഷ്യസ്നെസ് നമ്മെ ഹിറ്റ് ചെയ്യുന്നത് മൂലമാണ് ഇത്തരത്തിലെ വിചിത്രവും ഭയാനകവുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാണ് ശാസ്ത്രം വിശദീകരിക്കുന്നത്. എന്നാൽ മരണത്തിന് തൊട്ട് മുൻപുള്ള അവസാന 30 സെക്കൻഡ് സമയം ഇത്തരത്തിലെ വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ഇത് കേവലം മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് ക്രിയേറ്റ് ചെയ്യുന്ന ഫിക്ഷൻ മാത്രമാണോ എന്ന യാഥാർത്ഥ്യം ഇന്നേ വരെ ശാസ്ത്രത്തിനും വിശദീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു വീഡിയോ കാണാം. Until then, it's me Jaswin from Secret Book signing off.